ശ്രീകുമാരൻ തമ്പിയുടെ ആരോപണത്തിൽ വിശദീകരണവുമായി കേരള സാഹിത്യ അക്കാദമി. കേരള ഗാനത്തിന്റെ കാര്യത്തിൽ പ്രത്യേക സമിതി തീരുമാനമെടുത്തിട്ടില്ലെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ വ്യക്തമാക്കി. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം നിരാകരിച്ചിട്ടില്ലെന്ന് സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കറും പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമിക്കെതിരെ ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. സർക്കാരിനു വേണ്ടി കേരള ഗാനം എഴുതാൻ ആവശ്യപ്പെട്ട ശേഷം അക്കാദമി തന്നെ അപമാനിച്ചു എന്നായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നീട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സാഹിത്യ അക്കാദമി ഭാരവാഹികൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. ശ്രീകുമാരൻ തമ്പി എഴുതിയത് ക്ലീശയാണെന്ന് പറയാൻ വേണ്ടി ഒരു അവസരം അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. അതല്ല ഇൻസൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെ എന്നോടെതിരെ എഴുതാൻ പറഞ്ഞു, എന്നോട് എഴുതാൻ എന്തിനു പറഞ്ഞു. അവസരം നോക്കിയിരുന്ന അദ്ദേഹം എന്നെ ഇൻസൾട്ട് ചെയ്തതാണ്. അത് ബോധപൂർവമാണ്. അവർ സൃഷ്ടിച്ച ട്രാപ്പിൽ ഞാൻ വീണു. നിങ്ങളിപ്പോൾ കേട്ട ഇപ്പോൾ ഞാൻ എഴുതിയ വരികൾ ക്ലീശയാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന ആൾക്കാരുണ്ട്, ജനങ്ങളുണ്ട്. തന്റെ ഗാനം സാഹിത്യ അക്കാദമി നിരാകരിച്ചു എന്നായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ പ്രധാന ആരോപണം. എന്നാൽ ഗാനങ്ങൾ പരിശോധിക്കുന്ന വിദഗ്ധ സമിതി അന്തിമ തീരുമാനം എടുക്കാത്തതുകൊണ്ടാണ് ശ്രീകുമാരൻ തമ്പിയെ തീരുമാനം അറിയിക്കാത്തതെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ വ്യക്തമാക്കി. വന്ന പാട്ടുകളിൽ ചിലതുണ്ട്, അത് ചിലത് കൂടുതൽ കമ്മിറ്റിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പാട്ടുകളിൽ 2-3 എണ്ണത്തിന്, അതിൽ തിരഞ്ഞെടുത്ത 2-3 എണ്ണത്തിന് നമ്മൾ മ്യൂസിക് കൊടുത്ത് നോക്കിയിട്ട് ഫൈനലായിട്ട് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറിയിക്കും. അങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടില്ല. ഫൈനലായിട്ടുള്ള റിജക്ഷൻ വാസ്തവത്തിൽ ഉണ്ടായിട്ടില്ല. കേരള ഗാനത്തിനായി ഏതെങ്കിലും ഗാനം സ്വീകരിക്കുകയോ ഏതെങ്കിലും തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ല എന്ന് കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ വ്യക്തമാക്കി. സാഹിത്യ അക്കാദമി കേരള ഗാനം അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീകുമാരൻ തമ്പി സാറിനോടൊരു പാട്ട് എഴുതണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. മറ്റുള്ള ആളുകളോടും ഞങ്ങൾ പാട്ട് എഴുതണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ച പാട്ടുകൾ പരിശോധനയിലാണ്. ഏതെങ്കിലും ഒരു പാട്ട് അന്തിമമായി നിരാകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അന്തിമമായ തീരുമാനം ഔദ്യോഗികമായി അറിയിക്കുമെന്നും CP അബൂബക്കർ വ്യക്തമാക്കി. സമിതിയുടെ തുടർന്നുള്ള യോഗങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക എന്ന് സാഹിത്യ അക്കാദമിയും അറിയിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തൃശൂർ.